കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് മനുഷ്യർ ദൈവത്തെക്കുറിച്ച് വളരെ ഉത്സാഹമുള്ളവരായ ആളുകളാണ്. അത് ജാതി മത ഭേദവ്യത്യാസമെന്നേ ആളുകളെല്ലാം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് ഇന്നത്തെ സന്ദേശം നമുക്ക് പൂർത്തീകരിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. റോമലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായൊരു കാര്യം, ഇത് യഹൂദന്മാർക്ക് മാത്രം ബാധകമല്ല, മറിച്ച് എല്ലാ ആളുകൾക്കും ബാധകമായ ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവർ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ വിശാലമായ അർത്ഥത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗം തന്നെ അതിൻ്റെ പൂർണ്ണ അർത്ഥവ്യാപ്തി ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, മനുഷ്യൻ ഇപ്രകാരം ദൈവത്തെക്കുറിച്ച് എരിവ് കാണിക്കുമ്പോൾ അതിലുള്ള അപകടം എന്താണെന്നുള്ളതാണ്. 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവർ പരിജ്ഞാനപ്രകാരമല്ല. എന്താ പരിജ്ഞാനപ്രകാരം അല്ല എന്ന് പറയുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള നോളജ്, അറിവ് ഉള്ളവരായിട്ടല്ല, മറിച്ച് അടുത്ത വാക്യം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ നീതി അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ദൈവത്തെ വിളിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ദൈവമുഖം അന്വേഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ജീവിതത്തിൽ നീതി ലഭിക്കാനാണ്. നമുക്കറിയാം, നമുക്ക് സ്വതവേ നീതി ലഭിക്കില്ല. നാം നീതിക്ക് വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഒരു നീതി പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു റോഡിലൂടെ യാത്ര ചെയ്യുന്നതായ ഒരു വ്യക്തി, നടന്നു പോകുന്ന വ്യക്തി വലതുവശം ചേർന്ന് നടന്നു പോകണം എന്നുള്ളതാണ് റോഡ് നിയമം പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത നിയമം അനുശാസിക്കുന്നത് നമ്മൾ വലത് സൈഡിൽ കൂടെ നടക്കണമെന്നുള്ളതാണ്. അതുപോലെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് പോകണമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രമാണം. അങ്ങനെ ചെയ്യുന്നതായൊരു വ്യക്തിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകുന്നതായ നീതിയുണ്ട്. ആ നീതി എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്നതായ ന്യായമാണ്. ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ റോങ് സൈഡാണോ അല്ലയോ എന്നുള്ളത് അവിടെ ആ നിയമം വിലയിരുത്തും. നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നീതി ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന നീതി. ആ നീതി നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം നാം അനുസരിക്കണം, ദൈവത്തെക്കുറിച്ച് അറിയണം. അതിനാണ് നാം പരിജ്ഞാനപ്രകാരം ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാകണമെന്നും ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടണമെന്നും ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് പലരും ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാതെ, തങ്ങൾക്ക് ദൈവത്തെ ഇഷ്ടമാണ്, ദൈവത്തെ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിലും അതിനുവേണ്ടി അവർ കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാതെ തങ്ങളുടെ സ്വന്തം നീതി, ഒരു പ്രമാണം അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ, എനിക്ക് എൻ്റെ നീതി വേണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ എപ്പോഴും തൻ്റെ നീതി തനിക്ക് സൗജന്യമായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി ഒരു വിലയും കൊടുക്കുവാൻ അവൻ തയ്യാറല്ല. ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, നാം ദൈവത്തെ അറിഞ്ഞ് ദൈവവചനത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ വചനത്തെയും അവൻ്റെ പ്രമാണത്തെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ട് ജീവിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ കോടതികൾ എല്ലാം ഇന്ത്യയിലെ ആളുകളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ നിയമപ്രകാരം ജീവിക്കണമെന്നുള്ളതാണ്. അവർ നിയമലംഘികളാകരുത്. അങ്ങനെ നിയമലംഘികളായാൽ ഈ രാജ്യം കൊടുക്കുന്നതായ നീതി അവർക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ഇതിനൊക്കെ തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന് നീതി അനുഭവിക്കുന്നവരായി തീരണം.
നമ്മുടെ സ്വന്തം നീതിയല്ല. നമ്മുടെ സ്വന്തം നീതി നമ്മെ നശിപ്പിക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമ്മെ എന്നേക്കും നിലനിർത്തുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ അടുത്ത ചിന്തകളിലേക്ക് നമ്മൾ കടന്നു വരും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 4 വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു. ഈ ഒരു ഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടണം. അതിനെന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ടത് നാം പരിജ്ഞാനമുള്ളവരായി തീരണം. അതായത് ദൈവത്തെ അറിയുന്നവരായി തീരണം. കേവലം ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുക മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ അറിഞ്ഞ് ആ അറിവിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ, നാം ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വെളിപ്പെടുന്നത്. ആ നീതിയെ നിഷേധിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ സൗഖ്യം ദൈവത്തിൻ്റെ നീതിയാണെങ്കിൽ ആ സൗഖ്യത്തെ തടയുവാൻ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. നിന്റെ അഭിവൃദ്ധി ദൈവത്തിൻ്റെ നീതിയാണെങ്കിൽ ആ അഭിവൃദ്ധിയെ തടയുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഒരാൾ നിന്നെ ശപിച്ചാലോ, നിനക്ക് തിന്മ തന്നെ ഭവിക്കുമെന്ന് പറഞ്ഞാലോ, നീ ശപിക്കപ്പെട്ടവനായി തീരുമെന്ന് പറഞ്ഞാലോ, ആ ശാപം നിന്റെ മേൽ വരാത്തതിൻ്റെ കാരണം നീ ദൈവവചനപ്രകാരം ആ അറിവോടുകൂടെ ദൈവത്തിൽ ഉത്സാഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ശാപവും നിന്റെ ജീവിതത്തിൽ വരികയില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ശപിക്കുവാൻ ബിലെയാം എന്ന് പറയുന്നതായ ആ പ്രവാചകനെ വാടകയ്ക്കെടുത്ത് ബാലാക്ക് ശപിക്കുവാൻ കൊണ്ടുവന്ന് നിർത്തിയത്. ശപിക്കുവാൻ വേണ്ടി ചെന്നതായ ഈ ബിലെയാം ശപിക്കാൻ വന്ന ആ വാക്കുകളെല്ലാം മാറി അവൻ്റെ നാവിൽ നിന്നും അനുഗ്രഹം മാത്രമേ വന്നുള്ളൂ. കാരണം ഇവർ ദൈവത്തിൻ്റെ നീതി അനുഭവിക്കുന്ന ജനമാണ്. ദൈവത്തെ അറിഞ്ഞ് അവൻ്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന ജനമായതുകൊണ്ട് ശാപമല്ല വന്നത്, അനുഗ്രഹമാണ് വന്നത്. നമ്മെ ആരെങ്കിലും ശപിച്ചാൽ പോലും നാം അനുഗ്രഹിക്കപ്പെടും. കാരണം നാം ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവത്തെ അറിഞ്ഞ് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക, അതേപോലെ ദൈവവചനപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണം. അതനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള വേദചിന്ത നമ്മൾ ചിന്തിക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ഉത്സാഹമുള്ളവരാണെങ്കിലും വേണ്ടവണ്ണം ദൈവത്തെ ഞങ്ങൾ അറിയാറില്ല. ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ, അങ്ങയുടെ ദാസന്മാരിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള ആ പരിജ്ഞാനം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ആ പരിജ്ഞാനത്തിനനുസരിച്ച് ദൈവത്തെക്കുറിച്ച് ഉത്സാഹമുള്ളവരായി ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടിരിപ്പാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.